ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു ഇലയടയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കറുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് കളയൂലേ, ഇനിയിപ്പോൾ ആരും കളയണ്ട. അത് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് 4 മണിക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഇലയട നമുക്ക് തയ്യാറാക്കാം. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർക്ക് വെറൈറ്റി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണേ. പിന്നെ ശർക്കരയൊക്കെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സമയമായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് മാറ്റി വെച്ചു. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതുപോലെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം കാഷ്യൂ നട്ട്സും കറുത്ത മുന്തിരിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ വലിയൊരു ഏത്തപ്പഴം, അതായത് നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്, അത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ബാക്കി വന്ന നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എങ്കിലേ ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ നെയ്യിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം, അപ്പോഴേ നല്ലൊരു സ്വാദ് കിട്ടത്തുള്ളൂ. നെയ്യിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ ഏത്തപ്പഴം ഇങ്ങനെ ഉടച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. ഇപ്പോൾ ആ ശർക്കരയും ഏത്തപ്പഴവും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു അടയ്ക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നിച്ച് പൊടിച്ച് ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1/2 കപ്പ് അളവിൽ മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, മുഴുവനും ചേർത്ത് കൊടുത്തിട്ടില്ല. റവ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നും, ഈ റവ വേവിക്കേണ്ടിയോ എന്നല്ലേ. നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വാഴയില എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഇതുപോലെ ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇല മടക്കി ഇങ്ങനെയൊന്ന് മടക്കിയാണ് വേറൊരു നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ മടക്കി ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. 2 സൈഡും മടക്കി ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് കാണാം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പോകട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി കിട്ടും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇലയിടയിൽ നിന്ന് ഷേപ്പൊക്കെ ഒരു വ്യത്യാസം വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ആ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ വേഗം ഇത് തയ്യാറായി കിട്ടും. 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ?
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അടയൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ, ചൂട് നന്നായിട്ട് പോയിട്ടില്ല, ചെറിയ ചൂടോട് കൂടിയിട്ടാണ്. അപ്പം കയ്യിലൊക്കെ എടുക്കുമ്പോഴത്തേനും ചെറുതായിട്ട് പൊള്ളുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് നട്ട്സൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയൊക്കെ കേട്ടോ, നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം കിട്ടുന്ന നെയ്യും ആ ഏത്തപ്പഴവും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല അടിപൊളി സ്വാദുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അട ഇരിക്കുന്നത്. ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോ. കറുത്ത ഏത്തപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ഏത്തപ്പഴം ഇരുന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നിർബന്ധമാണെങ്കിൽ. അതല്ലെങ്കിൽ ചൂടാക്കാതെയും കഴിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്